ഞാൻ നാളെ വന്നപ്പോ വണ്ടൻ ചക്കകൾ ഉണ്ടായിരുന്നു. ബിഗ് ബടാ 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 ബസ് എന്ന് പറയും. ബസ് ബസ് ദീ ബസ്. ഇതിന് മണം വന്നു. അമ്മേ പഴുത്തു പരുവായി. രണ്ട് കട കൊള്ളി കണ്ട്. അമൂറിനെ കണ്ടിട്ടില്ലല്ലോ. ഇത് അമൂറിന്റെ കഷ്ണങ്ങളാണ് കേട്ടാ. ഇപ്പഴന്നെ മീൻ കൂട്ടാന്റെ മണം തുടങ്ങി. ചേട്ടൻ ഇത് കൂട്ടിയിട്ട് ഇന്ന് ചോറുണ്ണും, നാളെ കാലത്തുണ്ണും, ഉച്ചയ്ക്കുണ്ണും, വൈകുന്നേരം ഉണ്ണും. മെയിനായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ മനോഹരമായ അമൂറ് കൂട്ടാൻ. ഇന്ന് കഴിക്കില്ലല്ലോ ചേട്ടൻ. പുള്ളി ഇവിടെ നമ്മളെ SBM ഡോക്ടർ അവിടേക്ക് വന്നതാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ പ്ലാവുകളുണ്ട്. ഞാൻ നാളെ വന്നപ്പോൾ വണ്ടൻ ചക്കകൾ ഉണ്ടായിരുന്നു. അത് ഇടാൻ മറന്നുപോയി. സരിത കുറേ വട്ടം പറഞ്ഞ ഇട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ പ്ലാവുമ്മ കുറേ ചക്കകളുണ്ട്. ഇടിയും ചക്കയുണ്ട്, മൂത്ത ചക്ക ഇടാൻ പറ്റുമോ? സ്പ്രിംഗ്ലർ വെച്ചു അല്ലേ? ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായില്ലേ. വലുത് വലുത് ബിഗ്. വലുതിനെ ഹിന്ദിയിൽ എന്ന് പറയാ ബടാ ബടാ ബടാ. അതന്നെ ബടാ ബടാ മതി. ചോട്ട വേണ്ട. കുരുവായത് അവരുടെ വീട്ടില് അടിപൊളി മതി. പോതും പോതും. ബസ് എന്ന് പറയും. ബസ് ബസ് ദീ ബസ്. ചേട്ടനോട് പപ്പായ പപ്പീത ചായക്കൊന്നും വേണ്ട. പപ്പീതയ്ക്ക് അവിടെ ഉണ്ട്, ചക്കാണ്ട് കൂട്ടാൻ വെക്കാം. ഇത് കുരുവായി ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. കുരുവായി ഉണ്ടാവില്ല അല്ലേ? ഇടിയന്റെ പാകം കഴിഞ്ഞിട്ടും ഉണ്ടാവും, ഒന്നും മൂത്തിട്ടൂലെന്ന് തോന്നി ചക്ക. എന്തേലും ഒക്കെ ചെയ്യാം നമുക്ക്. ഈ ചക്ക ഉണ്ട്. നമ്മള് ചക്ക കൊണ്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞു കേട്ടാ. കൃത്യം ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച അയ്യോ, ഒരാഴ്ച. ചക്ക കൂട്ടാൻ വെക്കാനാണ് കൊണ്ടുവന്നത്. ഇടിച്ചക്ക അതിൻ്റെ ഇടയിൽ കൂട്ടാൻ വെച്ചു. ഈ പനിയും കിനിയും തേങ്ങയും മയും കടരതും എല്ലാം കാര്യം ആയിപ്പോ നമ്മുടെ ചക്ക അവിടെ ഇരുന്നു. ചക്ക എപ്പോഴും ചോദിക്കും എന്നെ ഉപയോഗിക്കുന്നില്ലേ എന്ന്. പക്ഷെ ഇന്ന് ഉപയോഗിക്കാൻ പോവാ. പക്ഷെ എന്നിട്ട് കുഴപ്പം ശരിയല്ലേ, ഇതിന് മണം വന്നു. ചക്ക പഴുത്ത മണം വരുന്നു. മണം അറിയണില്ല. എൻ്റെ 2 ദിവസമായിട്ട് മണം പോയി. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ വൈകുന്നേരം സമയം കേട്ടോ, രാത്രി 8 മണിയായി. അപ്പോൾ സരിത കടയിൽ നിന്ന് വന്നിട്ട് ഇന്ന് ചോറ് കൊണ്ടുപോയി. ഇവർ പുറം വന്ന് ചോറടിച്ച് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ ദിവസം കഴിക്കണ്ട, വയറിന് കേട് വരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസം കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ സമയത്ത് പിന്നെ പോയി കഴിച്ചോടുന്നു മാത്രം. എല്ലാ ദിവസവും ഒന്നും കഴിച്ചില്ല, വിശക്കുമ്പോ മാത്രം. അതന്നെയാണ്, വിശക്കുമ്പോ മാത്രം എല്ലാവരും ഭക്ഷണം കഴിക്കുക. അല്ലാണ്ട് അല്ല, ചേട്ടനൊക്കെ ആ സമയത്തിന് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാന്ന് വിചാരിച്ച് കഴിക്കാറില്ലേ, വിശക്കില്ലെങ്കിലും. അത് നമ്മൾ ഇത്തിരി പേരിന് കഴിക്കുന്നു, നമ്മുടെ ആ ഒരു ഇത്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് അവൾ ചോറ് കൊണ്ടുപോയി, മോര് കൂട്ടാനും മറ്റേ നമ്മുടെ കാബേജ് ഉപ്പേരി കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇന്നപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ജഗ്ഗു സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ആക്കണല്ലോ. അപ്പൊ പിന്നെ ചോറ് കൂട്ടാനൊക്കെ ആവും ആ സമയത്ത്. അപ്പൊ എനിക്ക് ചോറ് കൊണ്ടുപോകും. അപ്പൊ നാളത്തേക്ക് ചോറിന് ഞാൻ മീൻ വാങ്ങിച്ചു കൊടുന്നു. ഇവിടെ കൊണ്ടുവന്നാക്കണം. അമ്മൂർന്ന് പറഞ്ഞ മീൻ. അമ്മൂറിനെ കണ്ടിട്ടില്ലല്ലോ. ഇത് അമ്മൂറിന്റെ കഷ്ണങ്ങളാണ് കേട്ടാ. അമ്മൂർന്ന് പറഞ്ഞ നമ്മുടെ ഈ മഞ്ഞക്കോര പോലല്ല, അതുപോലത്തെ ഒരു മീൻ. അതിൽ കാണാം. അത് ഇതാവില്ല, ഹാർഡാവില്ല അല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട്. നമ്മൾ ഒരു വട്ടം വെച്ചിട്ടുള്ളതല്ലേ മുൻപ്. മനസ്സിലായി. നല്ല രസമാണ്. ഞാൻ സാധാരണ ഇങ്ങനത്തെ മീൻ കൂട്ടാനിടുന്ന കഷ്ണമൊന്നും കഴിക്കാറില്ല. കുടുത മറ്റേ അങ്ങനത്തെ ഇല്ലേ, അതിങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ മരക്കഷ്ണം പോലെ എടുക്കും. പക്ഷെ ഇത് ഭയങ്കര നല്ല രസമാണ്, സോഫ്റ്റാ. പ്രത്യേകിച്ച് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കായ ഇത് തൊടില്ലേ. നാളത്തേക്കിന് നിങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാൻ മാത്രമായിരുന്നു തരുന്നത്. ചുമയൊക്കെ പോയി. ഇടയ്ക്കൊരു ഉടുപ്പ് കൊണ്ടുവരണ പോലത്തെ ഒരു. അപ്പൊ നമുക്ക് കൂട്ടാൻ വെക്കണം, ചക്ക മുറിക്കണം. ചക്ക മുറിക്കുമ്പോഴാണ് എന്താ ചക്ക ഞാൻ കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ചക്ക തീ കത്തിച്ചു കൊടുക്കട്ടെ അവർക്ക്. തീ ഞാൻ കത്തിച്ചേരണം, നീ കത്തിക്കണം. ഞാൻ വേണമെങ്കിൽ കത്തിക്കാം. ചേട്ടൻ ചക്ക വെട്ടിക്കോ. ചേട്ടന് കത്തിക്കണം, എന്നാലും എൻ്റെ അടുത്ത് വെറുതെ ചോദിക്കും, നീ കത്തിക്കണോ അതോ ഞാൻ കത്തിക്കണോ? എനിക്ക് കത്തിക്കണമെന്നില്ല, ഞാൻ കത്തിക്കാന്ന് പറഞ്ഞാലും ചേട്ടൻ തന്നെ കത്തിക്കുള്ളൂ.
മീൻ കൂട്ടാൻ വെക്കണതിന് പ്രത്യേകത ഒന്നുമില്ല കേട്ടാ. അതിനൊന്നും പ്രത്യേക സാധാരണ നമ്മൾ വെക്കാറുള്ള പോലെ തന്നെ മുളകിട്ട മീൻകറിയില്ലേ, നാളികേരപ്പാല ഒഴിക്കാണ്ടാണ് വെക്കണത്. ഈ മീൻകറിയാണ് അന്ന് മുരുകണ്ണനും കുമാരേച്ചി വന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ മീനായിരുന്നു. ഈ മീനല്ല, അത് മോതയായിരുന്നു. മോത അല്ലേ? അങ്ങനത്തെ ഒരു മീനാണ്. എന്നിട്ട് മുരുകണ്ണൻ 3 ട്രിപ്പ് ചോറുണ്ടു. സാധാരണ ആൾ ഉണ്ണാറുള്ള അത്രയ്ക്ക് ആദ്യം വിളമ്പി. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പിന്നെയും ഇട്ടോന്ന് പറഞ്ഞു. അതിപ്പോൾ 3ാമതും ചോറുണ്ടു. എന്നിട്ട് ആളിങ്ങനെ നടക്കുകയായിരുന്നു. സാധാരണ കഴിക്കണതിനേക്കാളും ഭയങ്കരമായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കുമാരേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, സരിതോട് ചോദിച്ചിട്ട് ആ മീൻകറി എങ്ങനെ വെക്കണേന്നൊക്കെ പഠിക്കിട്ടാ, എന്നിട്ട് അതുപോലെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടമായി ആൾക്ക് മീൻകൂട്ടാൻ. അതെ. അതുപോലെ അന്ന് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ പെരട്ട്, അത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്കും കുമാരേച്ചിക്കും നല്ല ഇഷ്ടമായി. അമ്മ ചിക്കൻ കഴിക്കില്ല, അമ്മയ്ക്ക് ഈ ബ്രോയിലർ കോഴി അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ അമ്മ നന്നായി കഴിച്ചു. അമ്മ അത് പറയുകയും ചെയ്തു പ്രത്യേകം. അങ്ങനെ അന്ന് വെച്ചാൽ എൻ്റെ 2 സക്സസ് ആയിരുന്നു. വല്ലപ്പോഴേക്കും അങ്ങനെ വരാറുണ്ട്. അല്ലല്ല, എല്ലാ പ്രാവശ്യം വയ്ക്കുന്ന കൂട്ടാനൊക്കെ അടിപൊളിയാണ്. സരിത എന്ന് വെച്ചിട്ട് വളരെ സ്ലോവിൽ എല്ലാം നീറ്റായിട്ട് വെക്കുമല്ലോ, അതുകൊണ്ടാണ് ടേസ്റ്റ്. വെപ്രാളം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം ഇത് സ്വന്തം ഇതിൽ പ്രാവർത്തികമാക്കി കൂടെ അറിയാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ അടിപൊളി. ഇതേ ചട്ടി വയ്ക്കുന്നു കേട്ടോ, മീൻ ചട്ടി വെച്ചു. നമ്മൾ സാധാരണ വെക്കാറുള്ള പോലെ തന്നെ ചേട്ടൻ ചക്ക വെട്ടിക്കോട്ടാ. ഇത് അങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല. കാണിക്കാണ്ട് അല്ല, ഇതില് നമ്മൾ സാധാരണ വെക്കാറുള്ള പോലെ തന്നെയാന്ന് പറയായിരുന്നു. ഉലി വിട്ടു. ചട്ടിന്ന് ഭയങ്കര പുക വരുന്നുണ്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ചട്ടി ചൂടായും ചേർച്ചു. അങ്ങനെ ചൂടായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ചൂടായി. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ടു കേട്ടോ. ചട്ടിയുടെ സ്വഭാവമാണ് പുക വരുന്നത്. നല്ല ചട്ടിയല്ലേ? തീ കൂട്ടുണ്ടല്ലോ. ഈ ചട്ടി നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല. വിള്ളൽ വന്നിട്ടുണ്ട്, പൊട്ടിയുണ്ട്. ഗ്യാസ് അടുപ്പ് വെച്ചപ്പോഴാന്ന് തോന്നുന്നുണ്ട് പൊട്ടിയതെന്ന് തോന്നുന്നു. വിറക് വേണം നീ? അല്ല, വിറകിന്റെ ആവശ്യമില്ല. വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കത്തിയാൽ മതി, ഭയങ്കര തീ വേണ്ട. കഴിഞ്ഞിട്ട് ഞാൻ കണ്ട ഈ ഒരു ഭാഗത്ത് കണ്ട ചേട്ടാ, ഇത് കൂട്ടാനായി വരുമ്പോ ഇത് പൊട്ടി കൂട്ടാനൊക്കെ അടുപ്പിയെ പോവാമോ? അങ്ങനെയാണ് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് ഭാഗ്യമില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കാ നമുക്ക് എന്ന് പറയും. ഇത് മെയിനായിട്ട് എനിക്ക് കഴിക്കാനല്ല, നാളെ നിങ്ങൾ ഉച്ചയ്ക്ക് നിനക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് ചെയ്യുന്നതാണ്. എന്റെ ദൈവമേ, പിന്നെ വേറെ ആരും കഴിക്കില്ല. കഴിക്കും. ചേട്ടൻ ഇത് കൂട്ടിയിട്ട് ഇന്ന് ചോറുണ്ണും, നാളെ കാലത്തുണ്ണും, ഉച്ചയ്ക്ക് ഉണ്ണും, വൈകുന്നേരം ഉണ്ണും. മെയിനായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ. ഒന്നാവുമ്പോൾ സബോള അരിഞ്ഞത് 2 സബോള ഇട്ടുണ്ട് കേട്ടാ. ചെറിയ സബോളകളാട്ടാ. സബോള കൊത്തി നോക്കിയിട്ടുണ്ട് നിനക്ക്? എന്തിനാ? അപ്പോൾ വേഗാവില്ല ഇത്. ഇത് അരയ്ക്കാനാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. സബോള പൊടി പൊടിയായിട്ട് അരിയാം, അപ്പോൾ വേഗാവും പറഞ്ഞ പോലെ. സമയം ഞാൻ എന്നിട്ട് അരിയുമ്പോൾ അതൊന്നും ആലോചിച്ചില്ല. അതുകൊണ്ട് ഉപ്പിട്ടു. ഇതാവട്ടെ. ചക്ക വെട്ടല്ലേ? ചക്ക വെട്ടാനൊന്നുമില്ല, അത് പഴുത്തതാണ് ടൈപ്പാണ് വരുന്നത്. ഞാൻ വെറുതെ അതിന് മുറിക്കാം, വെറുതെ തോടുമ്പോഴേക്ക് ഇത് താഴെ സരിത കണ്ട. അമ്മേ പഴുത്തു പരുവൈശോ. ഇതിന് മറ്റേ നടുവിലത്തെ സാധനം മാത്രമുള്ള ചോളയൊന്നും ഇല്ല. ഞാനേ സത്യത്തില് ഇതിലൊന്നുമില്ല. ഞാൻ ഇടിയം പരുവത്തില് കഴിക്കാൻ മാത്രം പറ്റുള്ളൂ ഈ ടൈപ്പ് ചക്കാട്ടാ. നല്ല മണ. അതെ, ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നാളെ ചക്ക കൂട്ടാനും കൊണ്ടുപോയാലോ, ഉച്ചയ്ക്ക് കാലത്ത് ചക്ക നന്നാക്കി തരാമെന്ന് വിചാരിച്ചത് സത്യത്തില്. എന്നിട്ടാണ് ആ ചക്ക വെച്ചോടത്തേക്ക് പോയത്. അപ്പോൾ ഇത് ചിങ്ങി തുടങ്ങി. പക്ഷെ ഇത് പരാജയപ്പെട്ടു. ഇത്രയ്ക്ക് പോക്കാന്ന് വിചാരിച്ചില്ല. പകരം നിനക്ക് എന്ത് തരണം? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നാശമായി. പകരം എന്താ ചെയ്യാ? കൂർക്കാന്നാ മതിയാ? വെള്ളത്തിലിട്ട് വെച്ചാ? അത് ഞാൻ ചവിട്ടിയുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാ? നന്നായി. ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് വെള്ളത്തിലിട്ട് വെച്ചോളൂ. അപ്പോൾ വൈകുന്നേരം വരെ വെള്ളത്തേക്ക് ഇടുന്നാലെങ്കിൽ അത് ഇത്തിരി ഒന്ന് കുതിർന്നെങ്കിൽ തൊലി പോയില്ല. അങ്ങനെ നമ്മുടെ ചക്ക പോയി. അപ്പോൾ എന്നിട്ട് കൂർക്ക നന്നാക്കാം. കൂർക്ക നമ്മൾ പറിച്ചിട്ടുണ്ടല്ലോ, ചക്കയിലേക്ക് കൂർക്ക. അല്ലെങ്കിൽ കോവക്കായ മതി നാളെ കാലത്തേക്ക്. അത് ഞാൻ പെരി വെച്ചോളാം. ചേട്ടൻ എന്തിനാ അതിൽ ടെൻഷൻ അടിക്കണേ? ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇപ്പം ആണെങ്കിൽ മതി ഇതാങ്ങ. ഇപ്പൊ ഈ മീൻ കൂട്ടാനിലേക്ക് വേണമെങ്കിൽ കൊള്ളി ആക്കിക്കോ. കൊള്ളി വേണേ പറിക്കാം. അല്ല, ഞാൻ മീൻ കൂട്ടാൻ കഴിക്കില്ലേ?
ഇന്ന് കഴിക്കില്ല എന്നാ നാളത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് രാത്രി വെച്ച് വെച്ചിട്ട് ഇന്ന് അതെ ഇത് കൂട്ടാനായി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കഴിക്കണം എന്ന് പറയും. അങ്ങനെ 5 മിനിറ്റ് അടച്ചു വെക്കാൻ വരെ ചേട്ടൻ സാവകാശം കൊടുക്കാറില്ല. ആ ആളാണ് ഇനി നാളെ വരെ ക്ഷമിക്കുന്നത് മീൻ കൂട്ടാൻ. ഞാൻ ഇന്ന് കഴിക്കുന്നത് കുക്കുംബറും ക്യാരറ്റും മാത്രമേ കഴിക്കുന്നുള്ളൂ വൈകുന്നേരം. അതെ അറിയാം, അവരവർക്ക് തന്നെ അറിയാം അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനിങ്ങനെ വെറുതെ ഇരുന്ന് പറയണാവോ? ഇത് കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ദേഷ്യം വരേണ്ട ആവശ്യമില്ല. നമ്മുടെ നാളത്തെ കമന്റില് നിങ്ങൾ അല്ല ഇന്നത്തെ വീഡിയോയിലാണോ കമന്റ്? ഇന്നത്തെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതില് ഒരാൾ കമന്റ് ഇട്ടുണ്ടേ, നിങ്ങളുടെ നായ്ക്കളുടെ പേരുകളൊക്കെ എന്ത് മനോഹരമാണ്. ഒരു ക്രിസ്റ്റി പറഞ്ഞിട്ടല്ലേ കാമറി, എപ്പോഴും ഈ മറ്റേ ചാർലി, പിന്നെ നമ്മുടെ അംബ്രോസ്, ടൈസൺ, ഇവന്റെ പേര് ഇമ്രാൻ വരെ. അപ്പൊ എന്നിട്ട് പിന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മറ്റേ ബില്ലാദെന്നോ അല്ലെങ്കിൽ സദാം ഹുസൈൻ എന്നൊക്കെ പേരിടാണെന്നുള്ളത്. സദാം ഹുസൈൻ നമ്മുടെ പേരിട്ടില്ല. ബിൻ ലാദൻ ഉണ്ടായിരുന്നു. ബിൻ ലാദൻ ബിൻ എന്നുള്ളതില്ല, ലാദൻ എന്നാണ് പേര്. ലാദെന്ന് ഞാൻ പേരിട്ടതാണ്, ഒരു നായനട്ടാ. വടൂക്കരെന്ന് സരിതര അമ്മായിര അവിടെ നിന്ന് ഒരു നാടൻ നായനെ വഴിയിൽ കിടന്ന് നടക്കണ ഒരു അവിടെ പൊറുതി മുട്ടിട്ട് അതിനെ ഞാൻ കൊണ്ടുവന്നത് അടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കാവലിന് വേണം. അവിടെ പൊറുതി മുട്ടിയിട്ടൊന്നല്ല, അതിവിടെ പോകുമ്പോ ഒരു പട്ടിക്കുട്ടി നടന്നു പോണ കണ്ടപ്പോ ചേട്ടാ അതിന്റെ അടുത്തിട്ട് വന്നു, അത്രേ ഉള്ളൂ. അല്ല അത് എടുത്ത് നടന്നിട്ട് ആളുകൾ കാലുകൊണ്ട് തട്ടലും കിട്ടലൊക്കെ ആയിട്ടാണ്. അങ്ങനെ എല്ലാത്തിനും എടുത്തോണ്ടിരാറ്. കാമറീന് അതുപോലെ ഒല്ലൂര് അവിടെ മാർക്കറ്റിൽ നിന്നല്ല എടുത്തോണ്ട് അവിടെ കാലിന്റെ ഇടയിൽ നടക്കാണ്ടിട്ട് അങ്ങനെ അങ്ങനെ കണ്ടിട്ട് ഇനി എല്ലാത്തിനും എടുത്തോണ്ടിരാറ്. അപ്പോഴേ ഈ ലാദനെടുത്തോണമെന്നില്ല. ലാദൻ വളർന്നു വലുതായി. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇമ്രാൻ ക്ഷീണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ആ ടൈപ്പല്ല, ഒരു എല്ലിച്ച ടൈപ്പ്, വണ്ണം കുറഞ്ഞിട്ട് നീളത്തില് കറുത്തിട്ട് അങ്ങനത്തെ ഒരു നായയാ. പക്ഷെ വെള്ളിയില്ലേ മേല്, അതിന് വെള്ളിയില്ല, കറുത്തിട്ട് പിന്നെ ഒരു ചാര കളർ പോലെ കേട്ടായിരുന്നു. എന്തൊക്കെ കുഴപ്പമെന്നറിയോ, വീട്ടിലത്തെ ഒരു കോഴികളെ വിടില്ല. കോഴിത്തീറ്റ കോഴികളൊക്കെ പുറത്തേക്ക് അഴിച്ചിട്ടല്ലേ. ഇത് ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ വലയിട്ടിട്ട് ഇങ്ങനെ ചീന പോയില്ല, ഒക്കെ അതിനഴിച്ചിടും. അഴിച്ചിടുമ്പോൾ ഇവൻ ചാൻസ് കിട്ടിയ ഓരോ കോഴികളും മുക്കും. എല്ലാ വീട്ടിൽ നിന്നും, നമ്മുടെ വീട്ടിൽ മാത്രമല്ല അയലോക്കത്തേക്കും കയറി തുടങ്ങി. തൊഴിലിക്കേടായി അതിനെ കൊണ്ട്. പിന്നെന്തിനാ അതിനെ കൊണ്ട് ചെല്ലിണ്ടായിരുന്നത് കോഴിപ്പിടുത്താണ്. ഇതുപോലൊരു കോഴിപ്പിടുത്തുള്ളൊരു നായനെ കണ്ടിട്ടില്ലേ. അവസാനം ലാദൻ അധികം നാട് നിന്നില്ല. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാധാരണ 8 കൊല്ലം 10 കൊല്ലമൊക്കെ നമ്മുടെ നായ്ക്കൾ നിൽക്കും. അത്രയും നിന്നില്ല, 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് ചത്തു. അതെ, അത് ചാവാറായ സമയത്തില്ലേ നമ്മുടെ കോണീരെ മോളിൽ കയറിയിട്ട് ഉള്ള ആ കോണിയില്ലേ, അതായത് നമ്മുടെ പുറത്ത് ടെറസിന്റെ മുകളിലേക്ക് കയറുന്ന കോണി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമുകളുടെ മോൾ ഭാഗം 7 അടിയിലല്ല പറഞ്ഞത്, അതിന്റെ മുകളിലേക്കാണ് എത്താം. എന്നിട്ട് പിന്നെ അതുമെന്നാണ് പിന്നെ ഏറ്റവും മുകളിലേക്ക് ആ 4 ചവിട്ട്. ആ 4 ചവിട്ടിന്റെ അടിഭാഗം ഉണ്ട് ഉള്ളില്. അതിന്റെ ഉള്ളില് വന്ന് കെടുക്ക. അപ്പൊ ഇതെന്താണ് ഇവിടെ വന്ന് കെടുക്കണെന്ന് വിചാരിച്ചു. ഒരു കരച്ചിലും അവിടെ വന്ന് കെടുക്കത്. അപ്പൊ എന്താണ് സാധാരണ പടക്കൊക്കെ പൊട്ടുപോക്കെ പേടിച്ചിട്ടൊക്കെ വന്ന് കെടുക്കാറുണ്ട്. അത് അങ്ങനെ അവിടെ കിടന്ന് മരിച്ചു. അത് മരിക്കാറാവുമ്പോഴാണോ ഇങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ മരിക്കാറാവുമ്പോ നമ്മുടെ ഇവരെ കണ്ടില്ലേ, കാമറിയും ലോറൊക്കെ കണ്ടില്ലേ, ആ മരിക്കുന്ന ടൈം ആകുമ്പോ കണ്ട അവരാർക്കും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് നമ്മളെ പേരുകളൊക്കെ അങ്ങനത്തെ കുറെ അടിപൊളി പേരുകൾ ഇട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ലൈക്കാണ് ഒരു പെണ്ണ് നായിൻ്റെ ലൈക്ക. നമ്മുടെ ശൂന്യാകാശദ്വീപ് പോയി, ബഹിരാകാശദ്വീപ് കൊണ്ട് പോയി ലൈക്കാനെ. ഈ മറ്റേ റഷ്യക്കാർ USSR അവർ കൊണ്ടുപോയത് ലൈക്കാനായിരുന്നു. ആ പേരിന് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയ ജീവി ലൈക്ക. പിന്നെ ഒരു നായിൻ്റെ ആയിരുന്നു, അത് ഞാൻ ഇന്നലെ കമന്റ് വായനയിൽ പറഞ്ഞില്ലേ, ചീഫ്ടൺ. അത് കേരള പോലീസിന്റെ അഭിമാനമായിട്ടുള്ള ഒരു നായായിരുന്നു ചീഫ്ടൺ. അറിയോ? കേട്ടിട്ടുണ്ടാ? നീ കേട്ടിട്ടുണ്ടാവില്ല? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ചീഫ്ടൺ അവൻ റിട്ടയർ ചെയ്യുക, എന്നിട്ട് ആ നായ ഇത് ചെയ്തു. അപ്പം നമുക്ക് ഒരു നായനെ ഊട്ടിയിൽ നിന്ന് ആരാണ്ട് കൊണ്ടുവന്നു, ആകെ രോമൊക്കെ ആയിട്ട്. അതിനിട്ട പേരാണ് ചീഫ്ടൺ.
അച്ഛൻ ജീപ്പ് ജീപ്പ് എന്ന് വിളിക്കും, അച്ഛന് ചീഫ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ അമ്മയും നിങ്ങൾ വേറെ ജീപ്പ് അച്ഛൻ ജീപ്പ് ജീപ്പ് എന്ന് പറയും. ചീഫ്റ്റൻ പാമ്പ് പിടുത്തക്കാരനായിരുന്നു. പാമ്പുകളെ പിടിക്കാൻ അവനെ കഴിഞ്ഞിട്ടുള്ളൂ. നിറയെ കാട് പോലത്തെ രോമം. 1987, 86, 85 ഉണ്ടായിട്ടുള്ള 85 നായ വന്നത്. 1985 സരിതിക്ക് അപ്പം 3 വയസ്സുള്ളൂ. അപ്പോൾ കൊണ്ടുവന്ന നായിന്. എന്നിട്ട് ആൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊത്തുകളിലെ ആൾ മോന്തിട്ടിട്ട് പാമ്പുകൾ പിടിക്കും. ഭയങ്കര പിടുത്താണ്. എന്നിട്ട് പാമ്പുകളുടെ വിഷം കിട്ടി കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴേ ആളെ മേത്തെ രോമൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ മരിച്ച ഒരു നായ. പാമ്പുകളെ പിടിക്കാനായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു നായുണ്ട് ടോമി, ഭയങ്കര പെടുത്തൂറി. അല്ല ചേട്ടൻ ഇവിടെ നിന്നിട്ട് ഷുവാക്കറേന്ന് വിളിക്കാൻ അത് ഓടി കൂട്ടിയെ കയറും. കുട്ടിയെ കൂടാന്ന് പറഞ്ഞാൽ വേഗം പോയി കൂട്ടി ചെന്ന് എടുക്കും അല്ലേ. അല്ല ഇതിപ്പോ പറയാൻ കാരണം ഇപ്പൊ നായകളുടെ പേര് പറഞ്ഞു കമന്റ് ക്രിസ്റ്റി തോമസ് എല്ലാത്തിലും കമന്റ് ഇടും. ഈ സെയിം കമന്റ് നിങ്ങളുടെ നായ്ക്കളുടെ പേരുകളൊക്കെ അടിപൊളി, ഇതന്നെ സെയിം സദ്ദാം ഹുസൈൻ ബില്ലാദൻ എന്നൊക്കെ ഇടാഞ്ഞത് ഭാഗ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ലാദൻ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അക്രം പട്ടികളെ കൂടി കടിച്ചു കൊന്നു. അല്ല ഇതിന്റെ മുന്നേ വേറെ വലിയ അക്രം ഉണ്ടായിരുന്നു. ഇത് പിന്നെ കുഞ്ഞിത് പാവക്കുട്ടീരെ പോലെ ഇരിക്കും. ഇതൊരു ഇങ്ങനെ കാണാന്നറിയോ. പക്ഷെ അതിനെ രാത്രി എനിക്ക് അക്രം എന്നിടാൻ പേര് കാരണം എന്താ വെച്ചിട്ടില്ലേ, എനിക്ക് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു വസീം അക്രം. വസീം അക്രത്തിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൗളറല്ല, ഭയങ്കര ബൗളർ, ഓൾറൗണ്ടർ. അക്രത്തിനോട് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെയാണ് ഒരു നായനെ കിട്ടിയപ്പോൾ അതിന് അക്രം എന്ന് പേരിട്ടത്. അക്രമിയായിരുന്നു മുന്നത്തെ. സരിക്ക് അറിയില്ലേ, പണ്ടുണ്ടായിരുന്നതാ. അല്ല ഓരോ പേരുകൾക്കും ഓരോ കാരണങ്ങളുണ്ട് കേട്ടാ. മല്ലിപ്പൊടി നിറച്ചിടുന്നല്ലേ. മല്ലിപ്പൊടി ഇത് നാളെ പാലൊഴിക്കാത്ത മീൻ കറി ആയതുകൊണ്ട്. മുളക് പൊടി, നമ്മുടെ മുളക് പൊടിക്ക് അധികം കളറില്ലാത്ത കാരണം കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടി. അതല്ലേ കൂട്ടാൻ കാണാൻ ഒരു ഭംഗിയില്ല. മഞ്ഞൾപ്പൊടി, അയ്യോ തക്കാളി എടുക്കാൻ മറന്നുപോയി. തക്കാളി ഓടിപ്പോയിട്ട് 2 തക്കാളി എടുത്തിട്ട് വരും. തക്കാളി എടുക്കാം. ഒരു തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഇതിങ്ങനെ അടിയെ പിടിക്കണ പോലെ പൊടി ഐറ്റംസ് ഇട്ടപ്പോൾ. എത്ര തക്കാളി വേണം? 2 അങ്ങാനും 2 ആയാലും കുഴപ്പമില്ല. അല്ല ഞാൻ കൂടുതൽ തക്കാളി എടുത്തു. ആ തക്കാളിയുടെ കവർ എടുത്തു. നമ്മുടെ പച്ച തക്കാളിയാ അവിടെ ഉണ്ടായിട്ട് തക്കാളി ഇവിടെ ഇതില് പച്ച തക്കാളി പറ്റിയില്ല. വാലോർന്ന് ആ കല്ല് വെച്ച് കൊടുക്കും, ചെറിയൊരു കല്ല് അവിടെ വയ്ക്കി. സന്തോഷം. പൊടികളൊക്കെ മൂത്ത് വന്നു കേട്ടാ. അപ്പം എനിക്ക് തക്കാളി അരിഞ്ഞിട്ടു. 2 തക്കാളി. അപ്പോൾ തക്കാളി ഇനി നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വരട്ടെ. ഞാൻ നിനക്കേ 2 വേപ്പില പൊട്ടിച്ചു തരാം. പൊട്ടിച്ചോ? വേപ്പില മുകളിൽ പോയി ഞാൻ ഈ കസാരയിട്ട് പൊട്ടിക്കാൻ പോവാ. എന്താ പറയാനേ? അത് ശരിക്ക് വെക്കി കസാര. ചേട്ടൻ ലാഡർ വാങ്ങിച്ചാ? അപ്പൊ ലാഡർ കൊണ്ടുവരുന്നില്ലേ കസാര ശരിക്ക് വെക്കി ചേട്ടാ. അത്രയ്ക്ക് വലിയ ഉയരത്തിലേക്ക് പോകണ്ടേ. കണ്ട ലാഡർ വാങ്ങിച്ചു. കുറേ നാളുകളായി വിജയിക്കുന്ന സാധനം ലാഡർ. എപ്പോഴേ ഓരോന്ന് വർക്ക് ചെയ്യാണ്ടാവും ഇലക്ട്രീഷ്യന് അത് കേട്ട്. അപ്പോൾ വിചാരിക്കും അവിടെ നിന്ന് ലാഡർ എടുത്തോണ്ട് അല്ലേ എൻ്റെ അവിടെ നിന്ന്. നമ്മൾ ഈ റിനോവേഷൻ കഴിഞ്ഞപ്പോഴേ മുകളിൽ സീലിംഗ് ചെയ്തുല്ലോ, ഫോൾ സീലിംഗ് ചെയ്തില്ലേ. അപ്പം ലൈറ്റുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നല്ലേ. അപ്പം അത് വല്ലതൊക്കെ മാറ്റണേലൊക്കെ കസേര ഇട്ടാലൊന്നും ഹൈറ്റ് കിട്ടില്ല. അതന്നെ അങ്ങനെയുണ്ട്. മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബ് ലൈറ്റും മറ്റേ ബൾബൊക്കെ അല്ലേ. അപ്പോൾ കസേര ഇട്ട് എത്രയോടത്തായിരിക്കും അത് ഉണ്ടാവുക. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തായാലും ലാഡർ ആവശ്യമാണ്. അല്ല എന്താ ചക്കയ്ക്ക് വേറെ എന്തേലും വേണ്ട, കൊള്ളി എന്തേലും. കൊള്ളി പറിച്ചിട്ട് വരാൻ ചേട്ടനല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നോട് പറഞ്ഞു.
ഞാൻ ഇത് തന്നെയാന്നല്ല പറഞ്ഞ കുക്കുംബർ കൊള്ളി പറിക്കാല്ലേ. ഓക്കെ, കൊള്ളി പറിക്കാൻ പോയല്ലോ. വരാ, അത് ഇറക്കി വെച്ചിട്ട് കൊള്ളി പറിക്കാൻ പോകും. കുഴമ്പ് ഒരു വഴി തുടങ്ങിയില്ല. ഇത് ഉടഞ്ഞു. തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇതിനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഈ കൂട്ട്. അപ്പോൾ അതൊരു കിണ്ണതിലേക്കാക്കുക, ചൂടാറ വേഗം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നേരെ വെള്ളം ഒഴിച്ച് കുടപ്പുളിയിട്ട് അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ മുളകിട്ട് ഇതാക്കാം. പക്ഷേ ഇങ്ങനെ ഇപ്പം തൊട്ട് ഞാൻ കുറച്ച് വട്ടമായിട്ട് ഇങ്ങനെ വെക്കാറ്. ഇത് മിക്സിയിൽ അരച്ച് കഴിയുമ്പോഴേ ചാറ് നല്ല കട്ടിയിലിരിക്കും. ചാറിന് ഇത്തിരി ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പം അത് കാരണം ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. ഈ തക്കാളി പാത്രത്തേക്ക് കോരിട്ടോ കഴുകണത്? കഴുകൊന്നും വേണ്ട, തക്കാളി അരിഞ്ഞ് വെച്ചതല്ലേ. നാലിക്ക് എടുത്തിട്ടോ ഒരു ചട്ടി ഉണ്ട്. ഞങ്ങൾ മറ്റേ കൊള്ളി പറിക്കാൻ പോവാം. മിക്സിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. അല്ല, ഇതിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ടേ കുടപ്പുളി ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചാലും രസം തന്നെയാണ് അല്ലേ. ചൂടാറട്ടെ, കൊള്ളി പറിക്കാൻ പോകും. നമ്മൾ രാത്രിയുടെ അന്ത്യയാമങ്ങളല്ല കേട്ടാ, രാത്രി ഒരു 8:45 സമയം നമ്മൾ കൊള്ളി പറിക്കാൻ പോകണമുണ്ട് പറമ്പിലേക്ക്. നിഴലായി ഒഴുകി വരും യാമങ്ങൾ തോറും കൊതി തീരുവോളം ഈ നീലരാവിൽ. കായക്കോട്ട് എടുക്കട്ടെ കേട്ടാ. അധികം കൊള്ളിന്നില്ല. ഇനി ഞാൻ അവിടെ ഇറക്കാം. നീ പിടിച്ചോ. ഈ കൊള്ളിന്ന് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് പറക്കുന്നത്. ചിലപ്പോൾ ലോട്ടറി പോലെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായില്ല. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ദൈവമേ. 2 ഞാറാലി കിട്ടി. അല്ല, അങ്ങനത്തെ മതി. അടുത്ത് പറഞ്ഞ വേണ്ടി നോക്കാം. ഇതിലുണ്ടോ നോക്കാം. നിങ്ങളെന്നെ നാണം കെടുത്തുമോ? മതി, നമുക്കുള്ളതായി. പിന്നെ ഇതിലുള്ളത് മതി. വലിപ്പം വയ്ക്കൂലേ, പറഞ്ഞില്ലെന്ന് മാത്രം. കൊള്ളി മതിയിട്ടാ നമുക്ക്. ചൂടാറിയും തോന്നുന്നുണ്ട് കേട്ടാ. അല്ല, തോന്നിയിട്ടുണ്ടെന്നല്ല, ചൂടാറി. ആവി പോണ്ടില്ലേ? ആവിയാ. ഞാൻ കൊള്ളി പറിക്കാൻ പോയിട്ട് എന്താ സമയം. എത്ര സമയം ഇരുന്നിട്ട് ഇതിന്ന് ആവി പോണ്ട്. ഫുള്ളായിട്ട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല. കുഴപ്പമില്ല, അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാട്ടാ. എന്താ പേടിയാവാ, പെട്ടെന്ന് തെറിക്കാവും. അല്ല, ഇതിൻ്റെ വാഷ് ലൂസായിട്ടേ ഇരിക്കില്ല മൂടി. പിന്നെ ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ചു. ഒക്കെ ചാവാലി ഉള്ളികളാ തരുതേ. മതി, ചാവാലികളാ മതിയല്ലോ. വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചൂടാവട്ടെ, ചട്ടീന് ചൂടാവണം. ചേട്ടാ, അന്ന് രാത്രി കൊള്ളി പറിക്കാൻ പോയപ്പോൾ മുല്ല ഷബീർ ഒരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കൊള്ളിയുടെ ആത്മകഥ ഇല്ലേ? ഭയങ്കര ടേസ്റ്റുള്ള കൊള്ളിയാ. പാൽക്കപ്പാന്ന് പറയില്ലേ, എന്തൊരു വെറുതെ തന്നെ. വെളിച്ചെണ്ണ ചൂടായിട്ടാ. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഉലുവയിടുന്നു. വേപ്പിലിട്ട് പച്ചമുളകിട്ട്. ഇപ്പോഴെന്നെ മീൻ കൂട്ടാൻ്റെ മണം തുടങ്ങി. ഇനി നമ്മുടെ അരപ്പ്. അയ്യോ, എന്തേ
കൊള്ളി ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പിലേക്ക് ഇറങ്ങിപ്പോയി സാധനം കൊള്ളി. അപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇതിൽ വയ്ക്കാം. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിക്കുകയാണ്. കുഴപ്പമില്ല. പിന്നെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നു. എൻ്റെ ചക്ക ചതിച്ചല്ലോ, അതാണ് എനിക്ക് കൊള്ളിക്ക് കൊണ്ടി വന്നു. വെള്ളം എടുക്കുക, വെള്ളം. ഇനി മീനിടാം. മീനിടാണ് കേട്ടോ. കാലത്ത് വാങ്ങിച്ചതല്ലേ? ഇതെപ്പോൾ വാങ്ങിച്ച മീനാ? നിന്നെ കൊണ്ടുവന്നാക്കിയിട്ട് വരുന്ന വഴിക്ക്. ആ, എന്തൊട്ട് കഷ്ണങ്ങളൊക്കെ ഇത് ഇറച്ചി പോലെയൊക്കെ ഉണ്ടല്ലോ, വാല് പോലെയൊക്കെ. ഇത്ര ഉള്ള ആകെ അതാ ചേട്ടൻ ഇതിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ടാ? അതൊറ്റ മീനാ. ആ, ഇതൊരു മീനാ? ആ, അതിന് തലേനെ കുറെ പോറി. വാ, ഉപ്പിടേണ്ടി വരും കുറച്ചുകൂടി. അത് ഉപ്പും പാത്രം എടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കൊള്ളി കണിയെ മാറ്റി ചേട്ടാ. വേണ്ട, ഇനി അതിലുള്ളൂ. നമ്മുടെ കൊള്ളിയിലേക്ക് ഇത്തിരി ഉപ്പിട്ടുണ്ട് കേട്ടാ. കൊള്ളി അത്രയും മതി. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാല്ലേ തരുതാ? സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം കേട്ടാ. ഇളക്കണം. നമ്മുടെ മീൻ ചട്ടിയേ അപ്പുറത്തേക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ. അത് വലിയ അടുപ്പാ, അതിലേക്ക് ചട്ടി ഇറങ്ങി പോവാ കേട്ടാ. അയ്യോ, ചട്ടീൻ്റെ എടുത്തിട്ട് അതിലേക്ക് വയ്ക്കുക. ദൈവമേ, ചട്ടി പൊട്ടരുതേ. അയ്യോ, ഇതിനെടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കാം. നമ്മുടെ മീൻ കൂട്ടാൻ അടിപൊളിയായിട്ട് അപ്പുറത്ത് ഇളക്കിൻ്റെ കേട്ടോ. നമ്മുടെ കൊള്ളി കണ്ട നല്ല പോലെ വെന്തു. ഒരു ഒറ്റ തിളയ വേണ്ടോ, വെള്ളം ഊറ്റി കളയാം. നമുക്ക് ഭയങ്കര ചൂട് മാറിയിട്ട് വെള്ളം ഊറ്റി കളയാം. വെള്ളം കൂടി പോയില്ലേ? ആ, നീ പിന്നെ വെള്ളം ഒഴിച്ചു. ഞാൻ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു. അത് അധികം തോന്നുന്നു. കുറച്ച് വെള്ളം മതിയായിരുന്നു. കുഴപ്പമില്ല, ഇത് നാളത്തേക്ക് ഇങ്ങനെ അതിലിരുന്ന് നല്ല കട്ടിയാവും. ഉപ്പ് നോക്കിയപ്പോഴേ ലേശം ഉപ്പ് കുറവുണ്ട് കേട്ടാ. കൊള്ളി നമുക്ക് ഊറ്റിയെടുക്കാം. തവളല്ലേ ഈ സൗണ്ട് ഉണ്ടാക്കണേ? തവളിനെ ഉണ്ട്. സ്ഥലത്തെ കൊള്ളി നോക്കി തരുന്ന എന്തൊരു ഇത് കാണാൻ. 2 കട കൊള്ളി കാണണേ. ആ, അതതിന് പറക്കുന്ന ടൈം ആവണല്ലോ. അത് ഇനി വലുതാവത് അതുകൊണ്ടാണോ? ആ, അല്ലെങ്കിൽ പ്ലാവിൻ്റെ അവിടത്തെ അതന്നെ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് തരുതേ. ഇപ്പോൾ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല ചേട്ടാ. ചൂടാറട്ടെ. നമ്മുടെ കൂട്ടാൻ ഇനി വറ്റി വരും കേട്ടോ. വറ്റി വന്ന് അടിപൊളിയായി മാറും. അപ്പം ഞാൻ അത് ഇറക്കി അതിൽ കിടന്ന് കുറേ നേരം തിളയ്ക്കും. നമ്മുടെ മനോഹരമായ അമ്മൂറ് കൂട്ടാൻ ഇന്ന് കഴിക്കില്ലല്ലോ ചേട്ടൻ. ചേട്ടൻ കുക്കുമ്പറും ക്യാരറ്റല്ല കഴിക്കുള്ളൂ. അത് ഇത്തിരി കഴിക്കാം. ഒരു കഷ്ണം എടുക്കാം. അതും നമ്മുടെ കൊള്ളി. നമ്മുടെ ഇത് നാളത്തേക്കിന് ടേസ്റ്റ് ഉണ്ടാവാട്ടാ. ഇന്നത്തേക്ക് എടുത്തു മാത്രം നിവർത്തിയില്ലേ. ചൂടുണ്ട് തരുതേ. മോര് കൂട്ടാൻ കഴിഞ്ഞ കാലത്ത് വെച്ചത്? മോര് കൂട്ടാതിരിണ്ട്. കഴിച്ചു വയ്ക്കുവോ? ചൂടാണ്. കൊള്ളിയും ചൂടാ, മീൻ കൂട്ടാനും ചൂടാ. ജഗ്ഗു പഠിക്കാനിരിക്കുകയായിരുന്നു. ജഗ്ഗുവിന് മോഡൽ എക്സാം തുടങ്ങി ഇന്നോട്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കാൻ. അപ്പോൾ ആൾ നല്ല ഉറക്കുക. വിളിച്ചെണീപ്പിച്ചപ്പോൾ വേണ്ടാന്ന്, ഭക്ഷണം വേണ്ടാന്ന്. അവൻ തൊട്ട് കഴിച്ചേ? അവനാ? അവൻ നേന്ത്രപ്പഴം, 3 കോഴിമുട്ട പുഴുങ്ങിയത് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് കുറേ നല്ല കഴിച്ചില്ലേ. കഴിച്ചോ? ചൂട് അടിപൊളി കേട്ടാ. മീൻ കഷ്ണം ഇപ്പോൾ തിന്നാൻ പറ്റിയ അതൊക്കെല്ലാം പിടിച്ച് കഴിയുമ്പോൾ സമയം പിടിക്കില്ല. എന്നാലും ഞാൻ തിന്നുന്നുണ്ട്. തൊട്ട് കൊടുത്താൽ മതി. കൊള്ളിക്കൊരു കയ്പുണ്ടോ? എൻ്റെ വായത്തെ ഇത് വിട്ടുണ്ടാവില്ല, അസുഖത്തിൻ്റെ. ആ, ചിലപ്പോൾ ശരിയാവും. ടേസ്റ്റ് ഒന്നും അറിയില്ല. അപ്പം എനിക്ക് കഴിക്കില്ല. ചാറടക്കം ഇനി പറയാം. വേണമെങ്കിൽ ഈ മീൻ വേണമെങ്കിൽ ഒരു പൊട്ട് കഴിച്ചിട്ട്. വേണ്ട വേണ്ട. മീൻ കൂട്ടാൻ പുളിയും ഉപ്പൊക്കെ അറിയണ്ടേ, എരിവും. വേറെ ഒന്നും അറിയില്ല. ഇനി നാളെ ചോറ് കൂട്ടി ഉണ്ണാം. നിർത്താല്ലേ? കൊള്ളിക്ക് കയ്പ് തോന്നണം എനിക്ക്. പറയുമ്പോൾ വെള്ളം തിളപ്പ് ചോദിച്ചതല്ലേ അല്ലേ? കളഞ്ഞതല്ല ഊറ്റിക്കും. കയ്പേ തോന്നണല്ലേ? ഒരു കയ്പില്ല, ഒട്ടുമില്ലേ. സത്യം പറയും. ഞാൻ പിന്നെ തന്നെ നോണ പറഞ്ഞത് കയ്പിന് എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഭയങ്കര കയ്പല്ല.
നേരൊരു കയ്പ്പ്. ചില കൊള്ളിക്കില്ല കയ്പ്പ്. രണ്ട് കട പറിച്ചില്ലേ ഒരെണ്ണത്തിൻ്റെ കുഴപ്പം. എനിക്കും നിനക്ക് ഈ മധുരമുള്ള വല്ല എന്തിനാന്ന് തോന്നാ ചേട്ടാ. മധുരമുള്ളത് നോക്ക്. കൂട്ടാൻ ഇത് കഴിക്കില്ല എന്ന് പറഞ്ഞ ആള് കോരി ഒഴിക്കല് നോക്ക്. നാളെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് മതി. മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് നാളെ കാണാം.